അധ്യായം 43. ഇന്ന് രാത്രി നീ എനിക്കുള്ളതാണ്. നീലിമ തല കറങ്ങി ബെഡിലേക്കിരുന്നു. അപ്പോൾ കിരൺ അവളുടെ അരികിൽ വന്ന് തോളിൽ പിടിച്ചു. ഉടനെ അപകടം തിരിച്ചറിഞ്ഞ നീലിമ എഴുന്നേറ്റ് അവനെ തള്ളി മാറ്റി. എന്നിട്ട് പറഞ്ഞു, എന്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ നീ വിവരറിയും. നീലിമയുടെ ശൗര്യം കണ്ട കിരൺ അവൾ പറയുന്നതെല്ലാം ആസ്വദിക്കുന്നത് പോലെ ചിരിച്ചു. താൻ പറയുന്നത് അവൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നീലിമയ്ക്ക് ദേഷ്യം വന്നു. മയക്കുമരുന്നിന്റെ ആലസ്യത്തിൽ അവളുടെ വാക്കുകൾ കുഴയുന്നുണ്ടായിരുന്നു. അല്ല, താനാണോ എന്നെ ഇവിടെ പൂട്ടിയിട്ടത്? എന്ത് കാര്യത്തിനാ താൻ അങ്ങനെ ചെയ്തേ? നീലിമ ചോദിച്ചു. കിരൺ അത് കേട്ട് ചിരിച്ചു. അതെന്തിനാണെന്ന് നീലിമക്കുട്ടിക്ക് അറിയില്ലേ? അറിയില്ലേ, ഞാൻ വിശദമായി പറഞ്ഞു തരാം. കിരൺ പറഞ്ഞത് കേട്ട നീലിമ ആകെ ഭയന്നു. പക്ഷെ അവൾ ധൈര്യം സംഭരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, ഷേ, നാണാവുന്നില്ല തനിക്ക്? ഇത്ര തരം താണൊരുത്തനാണ് നീ എന്ന് അറിഞ്ഞില്ലായിരുന്നു. അറപ്പ് തോന്നുന്നു നിന്നോട്. അത് കേട്ട് കിരണിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു. മോളുടെ അറുപ്പൊക്കെ ചേട്ടൻ മാറ്റിത്തരാം, ഇങ്ങോട്ട് വന്നേ, കിരൺ പറഞ്ഞു. എന്നെ എങ്ങാനും തൊട്ടാ അതേ നോക്കിക്കോ, ഞാൻ പോലീസിനെ വിളിക്കും. നീലിമ പിന്നിലേക്ക് മാറിക്കൊണ്ട് പറഞ്ഞു. പോലീസിനെയോ പട്ടാളത്തിനെയോ ആരെ വേണമെങ്കിലും വിളിച്ചോ, പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഇന്നത്തെ രാത്രി നീ എനിക്കുള്ളതാണ്, കിരൺ പറഞ്ഞു. ചീ, നാണം കെട്ട ശവം. നീലിമ ചുവരിൽ ചാരി നിന്ന് അവനെ നോക്കി പറഞ്ഞു. അവൾ പുറത്തേക്ക് പോകാനുള്ള ഡോറിന്റെ അരികിലാണ് നിന്നത്. കിരൺ വാതിലകത്ത് നിന്ന് ലോക്ക് ചെയ്ത് താക്കോൽ പോക്കറ്റിലിട്ടിരിക്കുന്ന കാരണം അവൾക്ക് പുറത്തേക്ക് രക്ഷപ്പെടാനും സാധിക്കുമായിരുന്നില്ല. നീലിമ ആകെ തളർന്നിരുന്നു. കിരൺ വിചാരിച്ചാലല്ലാതെ അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ നീലിമ ദയനീയമായി അവനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, നോക്കൂ സർ, നിങ്ങൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളോട് ഇത്ര മോശമായി പെരുമാറുന്നത് തെറ്റല്ലേ? ദയവായി എന്നെ വിടൂ, ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നീലിമ പറഞ്ഞത് കേട്ട് കിരൺ ബെഡിൽ ചെന്നിരുന്ന് അവളെ നോക്കി. അതിന് താൻ എന്തിനെങ്ങനെ പേടിക്കുന്നത്? തന്നെ ഞാൻ കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. എന്നെ ഇവിടെ സന്തോഷിപ്പിച്ചാൽ മിസ് നീലിമ വിചാരിക്കുന്നത് എന്തും ഞാൻ തരും. അതൊരു നല്ല കാര്യമല്ലേ? കിരൺ കൂസലില്ലാതെ പറഞ്ഞത് കേട്ട് നീലിമയുടെ നിയന്ത്രണം വിട്ടു. എടോ, നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള പെണ്ണൊന്നല്ല ഞാൻ. താൻ എന്താണ് ഈ കാണിക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ? എന്നെ വിട്ടേക്ക്, അല്ലെങ്കിൽ വിവരറിയും നീ, നീലിമ കലിയോടെ പറഞ്ഞു. അത് കേട്ട് കിരൺ വീണ്ടും ചിരിച്ചു. നീലിമ, ഈ ഹോട്ടലിലെ മാനേജർ അടക്കം മിക്കവരും എന്റെ ആളുകളാണ്. നീലിമയ്ക്ക് രക്ഷപ്പെടാൻ ഒരിക്കലും സാധിക്കില്ല. അതൊന്നും അംഗീകരിക്കാൻ നോക്ക്. എന്നിട്ട് എന്റെ അടുത്ത് വാ, അതല്ലാതെ നിനക്ക് വേറെ വഴിയില്ല, കിരൺ പറഞ്ഞു. അവന്റെ മുഖം കാണും തോറും നീലിമയുടെ ഉള്ളിൽ ദേഷ്യം നിറഞ്ഞു. കിരൺ ചീപ്പാണെന്ന് അവൾക്ക് നേരത്തെ തോന്നിയിരുന്നു. പക്ഷെ ഇത്ര തരം താഴുമെന്ന് നീലിമ ഒരിക്കലും കരുതിയിരുന്നില്ല. അവൾക്ക് അവനോട് പുച്ഛം തോന്നി. അല്ലടോ, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, നീയൊക്കെ സ്വന്തം വീട്ടിൽ ഇങ്ങനെയൊക്കെയാണോ? അതായത് അമ്മയോടും പെങ്ങളോടൊക്കെ? നീലിമ ദേഷ്യത്തിൽ ചോദിച്ചു. അത് കേട്ട് കിരണിന്റെ നിയന്ത്രണം വിട്ടു. ചീ, എന്തു പറഞ്ഞടി? കിരൺ നീലിമയെ ആഞ്ഞു തല്ലി. ഡ്രഗ്സ് കഴിച്ച സൈഡ് ഇഫക്റ്റും പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയും നീലിമയെ ആകെ തളർത്തി. അവൾ പെട്ടെന്ന് വാടി തളർന്ന് ബെഡിലേക്ക് കുഴഞ്ഞു വീണു. കിരൺ അവളുടെ കിടപ്പ് കണ്ട് പുച്ഛത്തോടെ ചിരിച്ചു. എന്തായിരുന്നു അവളുടെ ഒരു ശൗര്യം! ഇപ്പൊ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ നീയൊക്കെ. ആഗ്രഹിച്ചത് നേടിയ ചരിത്രമേ എനിക്കുള്ളൂ. നിന്റെ കാര്യത്തിലും അതങ്ങനെ തന്നെയാടി, കിരൺ നീലിമയെ നോക്കി പറഞ്ഞു. എന്നിട്ട് ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. നീലിമ പകുതി മയക്കത്തിൽ ബെഡിൽ കിടന്ന് അവനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇതേ സമയം ഹോട്ടലിന്റെ സെക്യൂരിറ്റി മുറിയിൽ CCTV വിഷ്വൽസ് ചെക്ക് ചെയ്യുകയായിരുന്നു ഹോട്ടൽ മാനേജർക്കൊപ്പം സിദ്ധാർത്ഥ്. നീലിമയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കുക എന്ന ആകാംക്ഷ രണ്ടുപേരുടെയും മുഖത്തുണ്ട്. ആറാമത്തെ നിലയിൽ CCTV ചെക്ക് ചെയ്തപ്പോൾ സംശയാസ്പദമായി എന്തോ കണ്ട സിദ്ധാർത്ഥ് മാനേജറെ നോക്കി പറഞ്ഞു, അതൊന്ന് സൂം ചെയ്യ്. ശരി സർ. മാനേജർ ആ വിഷ്വൽസ് സൂം ചെയ്ത് കാണിച്ചു. രണ്ടുപേർ ആരെയോ എടുത്തു കൊണ്ടുപോകുന്ന വിഷ്വലായിരുന്നു അത്. ആ വെളുത്ത ഗൗൺ കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് അത് നീലിമയാണെന്ന് മനസ്സിലായി. അവൻ വ്യക്തതക്കായി കുറച്ച് വിഷ്വൽസും കൂടി പരിശോധിച്ചു. നീലിമയെ ഒരു മുറിയിൽ കൊണ്ടുചെന്ന് ആക്കിയ ശേഷം ആ രണ്ടുപേർ ഇറങ്ങി വരുന്നതും പിന്നീട് കിരൺ അവിടേക്ക് കയറി പോകുന്നതും സിദ്ധാർത്ഥ് കാണുന്നുണ്ടായിരുന്നു. കിരൺ, സിദ്ധാർത്ഥ് കൈ ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു. മാനേജർ അത് കണ്ട് ഭയത്തോടെ അവനെ നോക്കി. കിരൺ സിദ്ധാർത്ഥിന്റെ ബന്ധുവാണെന്ന് അയാൾക്കറിയാം. സർ, കിരൺ സാറാണല്ലോ അത്, ഇനിയിപ്പോ എന്തു ചെയ്യും? മാനേജർ ചോദിച്ചു. അയാളുടെ ചോദ്യം കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യത്തിൽ ചുമന്നു. ഏത് സാറായിരുന്നാലും ഇത്തരം സാഹചര്യത്തിൽ പോലീസിനെ വിളിക്കുകയല്ലേ ചെയ്യേണ്ടത്, ഇവിടെ എന്താ ഇത്ര താമസം? സിദ്ധാർത്ഥ് ചോദിച്ചു. അപ്പോൾ മാനേജർ മടിച്ചു പറഞ്ഞു, സർ, അതല്ല, കിരൺ സാർ നിങ്ങളുടെ അനിയനല്ലേ, അതാ എനിക്കൊരു മടി. മാനേജർ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് കലിയോടെ അയാളെ നോക്കി. അപ്പോ അവൻ എന്ത് തെറ്റ് ചെയ്താലും നീയൊക്കെ കണ്ണടക്കല്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചു. മാനേജർ മിണ്ടാതെ തലകുനിച്ചു. 5 മിനിറ്റ് ഞാൻ തരും, അതിനു മുമ്പ് പോലീസ് ഇവിടെ വന്നില്ലേ അറിയാലോ ഞാൻ ആരാണെന്ന്, സിദ്ധാർത്ഥ് താക്കിയതുപോലെ പറഞ്ഞു. മാനേജർ അതോടെ വേഗം പോലീസിനെ വിളിക്കാനായി പോയി. അപ്പോൾ സിദ്ധാർത്ഥ് ചോദിച്ചു, ഇത് ഏത് റൂമാ? 305 സർ. ഹേമന്ത പരിസരത്തുണ്ട്, ഉടനെ അവനോട് എന്നെ വന്ന് കാണാൻ പറ. ഇപ്പോൾ തന്നെ സിദ്ധാർത്ഥ് പറഞ്ഞതിന് സമ്മതിച്ച് തലയാട്ടിയ ശേഷം മാനേജർ സെക്യൂരിറ്റി റൂം വിട്ടുപോയി.
സിദ്ധാർത്ഥ് കലിയോടെ സ്ക്രീനിൽ തന്നെ നോക്കി. കിരൺ, നീ അപ്പോ ഇതുപോലെ എത്ര പേരുടെ ജീവിതം കളഞ്ഞു കാണും. പലരും പലതും പറഞ്ഞിട്ടും ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചില്ല. പക്ഷേ ഇത് തെറ്റായിപ്പോയി, സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു. സിദ്ധാർത്ഥ് തന്നെ പരിഗണിക്കാതിരുന്നതുകൊണ്ട് വിഷമത്തിലായിരുന്ന ലാവണ്യ പാർട്ടി ക്യാൻസൽ ചെയ്ത ശേഷം അവിടെ നിന്നും ഉടനെ മടങ്ങി. ഹേമന്ത് അവൾ പോകുന്നത് നോക്കി അങ്ങനെ നിന്നു. അപ്പോഴാണ് പുറകിൽ നിന്നൊരാൾ അവനെ പേര് വിളിക്കുന്നത്. ഹേമന്ത് തിരിഞ്ഞു നോക്കി. പിന്നിൽ ഹോട്ടൽ മാനേജർ നിൽപ്പുണ്ട്. എന്താടോ? ഹേമന്ത് ചോദിച്ചു. സിദ്ധാർത്ഥ് സാർ ചെല്ലാൻ പറഞ്ഞു. ഒരു പ്രശ്നമുണ്ട്, മാനേജർ പറഞ്ഞു. അപ്പോഴും അയാൾ കാര്യം എന്താണെന്ന് വ്യക്തമായി പറഞ്ഞില്ല. ഹേമന്ത് ഒന്നും മനസ്സിലാവാതെ നിന്നു. ഷടാ, ഈ സിദ്ധാർത്ഥിന്റെ ഒരു കാര്യം. ഇവൻ എന്തിനാ ഇയാളൊക്കെ വിട്ടു എന്നെ വിളിപ്പിക്കുന്നേ? ഇവനൊന്ന് ഫോൺ ചെയ്താ പോരെ? ഹേമന്ത് സ്വയം പറഞ്ഞു. അവനുടനെ ഫോൺ എടുത്ത് സിദ്ധാർത്ഥിനെ വിളിച്ചു. സിധു, എന്തു പറ്റി? ഹേമന്ത് ചോദിച്ചു. വെപ്രാളത്തോടെ സിദ്ധാർത്ഥ് പറഞ്ഞു. നീ റൂം നമ്പർ 305 പോണം. എന്നിട്ട് വാതിൽ ചവിട്ടി തുറന്ന് അവിടെയുള്ള പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരണം. റൂമ് പൊളിച്ച പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നാ തല്ല് കിട്ടില്ല സിദ്ധു? ഹേമന്ത് ചോദിച്ചു. ഒരു പ്രശ്നമുണ്ട്, വിശദമായി പറയാൻ സമയമില്ല. നീ വേഗം പോയി ഞാൻ പറഞ്ഞ പോലെ ചെയ്യേ, സിദ്ധാർത്ഥ് പറഞ്ഞു. അവന്റെ ശബ്ദത്തിലെ പരിഭ്രമം കേട്ട് എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് ഹേമന്തിന് തോന്നി. അതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവൻ സിദ്ധാർത്ഥ് പറഞ്ഞ റൂമിലേക്ക് പോയി. ഒപ്പം മാനേജറും ഉണ്ടായിരുന്നു. അവർ റൂമിന്റെ ഡോറിൽ 1-2 തവണ മുട്ടി. ആരും വന്ന് വാതിൽ തുറന്നില്ല. അത്യാവശ്യം ബലമുള്ള വാതിലായതുകൊണ്ട് ചവിട്ടി തുറക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. ആരുല്ലേ ഇതില്? വാതിൽ തുറക്ക, അല്ലെങ്കിൽ വിവരറിയും, ഹേമന്ത് പുറത്തു നിന്നും പറഞ്ഞു. അകത്ത് നിന്ന് മറുപടി വന്നില്ല. ഒടുവിൽ മറ്റു വഴികളില്ലാതെ മാനേജർ ഒരു സെക്കൻഡ് കീ വെച്ച് തുറന്നു കൊടുത്തു. ഹേമന്ത് അകത്തേക്ക് കയറി. അപ്പോൾ കാണുന്ന കാഴ്ച ഷർട്ട് ഊരി ബെഡിൽ കിടക്കാൻ ഒരുങ്ങുന്ന കിരണിനെയാണ്. കിടക്കയിൽ വാടി തളർന്ന് കിടക്കുന്ന പെണ്ണ് നീലിമയാണെന്ന് ഹേമന്തിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അവൻ കിരണിന്റെ നേർക്ക് നോക്കി അലറി. ചീ, നാണമില്ലല്ലോ. പ്രതീക്ഷിക്കാതെ മുറിയിൽ ഹേമന്തിനെ കണ്ട കിരൺ ആകെ അസ്വസ്ഥനായി. നിന്നെ ആരാടെ ഇങ്ങോട്ട് ക്ഷണിച്ച് ഇറങ്ങി പോവാൻ നോക്ക്, കിരൺ പറഞ്ഞു. കിരൺ, മര്യാദക്കാ പെണ്ണിനെ വിട്ടേക്ക് നീ, അല്ലെങ്കിൽ നീ അനുഭവിക്കും ഇതിന്, ഹേമന്ത് പറഞ്ഞു. സൗകര്യമില്ല, ഇവളെ ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ എത്തിച്ചത് ആരെങ്കിലും പറയുമ്പോ വിട്ടുകളയാനല്ല. ഇറങ്ങിപ്പോടാ, കിരൺ ആവർത്തിച്ചു. മാനേജറുടെ നേർക്ക് നോക്കി കിരൺ വീണ്ടും ചോദിച്ചു. ഹോ, താനാണോ ഇവരിങ്ങോട്ട് വിട്ടത്? സർ, ഇത് തെറ്റാണ്, ആ കുട്ടിയെ വിട്ടേക്ക്, മാനേജർ പറഞ്ഞു. ഉവ്വാ, ഒന്ന് പോടോ, കിരൺ പറഞ്ഞു. കിരണിന്റെ അഹങ്കാരം കണ്ടപ്പോൾ ഹേമന്തിന് അവനെ തല്ലാനുള്ള ദേഷ്യം തോന്നിയെങ്കിലും സിദ്ധാർത്ഥ് ഇടപെട്ട കേസായതുകൊണ്ട് അങ്ങനെ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട എന്ന് ഹേമന്ത് തീരുമാനിച്ചു. അവൻ കിരണിന്റെ നേർക്ക് നോക്കി. എന്തായാലും നിന്റെ അഹങ്കാരത്തിന് നിനക്ക് കിട്ടും. അപ്പൊ നിന്നെപ്പറ്റി പുറത്ത് കേൾക്കുന്നതൊക്കെ സത്യം തന്നെയാണല്ലേ? ഹേമന്ത് ചോദിച്ചു. അത് കേട്ട് കിരണിന് വല്ലാത്ത ദേഷ്യം വന്നു. ഹേമന്ത്, നിന്റെ ഇപ്പത്തെ പ്രശ്നം എന്താണ്? എന്റെ കാര്യങ്ങൾ നീ മാനേജ് ചെയ്യണ്ട. എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്നൊക്കെ എന്റെ സൗകര്യമാണ്, കിരൺ പുച്ഛത്തോടെ പറഞ്ഞു. ഹേമന്ത് അത് കേട്ട് മാനേജറെ നോക്കി പറഞ്ഞു. താൻ എന്ത് കാണാൻ നോക്കി നിൽക്കുക? വായം പൊളിച്ച് നിൽക്കാതെ ആ പെണ്ണിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ നോക്ക്. അല്ല സർ, കിരൺ സാറിനെയൊക്കെ പിടിച്ച് പുറത്താക്കാൻ പറഞ്ഞ മാനേജർ വാക്കുകൾ പാതി നിർത്തി തല കുനിച്ചു. അത് കേട്ട് ഹേമന്തിന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. കിരൺ തന്നെ നോക്കി ജയിച്ച മട്ടിൽ ചിരിക്കുന്നതും ഹേമന്ത് കാണുന്നുണ്ടായിരുന്നു. അവൻ വീണ്ടും മാനേജറെ നോക്കി പറഞ്ഞു. അതെ, കിരൺ സാറിനെ പുറത്താക്കിയില്ലേ? നീയും പുറത്തു പോകുമെന്ന് അറിയാമോ? ഹേമന്ത് കിരണിന്റെ പേർ കളിയാക്കിയ മട്ടിൽ പറഞ്ഞത് കേട്ട കിരൺ ഹേമന്തിനെ കലിയോടെ നോക്കി. ഹേമന്ത് തുടർന്നു. ഇവന്റെ തമ്മാടിത്തരത്തിന് കൂട്ടുനിൽക്കുന്ന ഒരുത്തനെയും മുകളിലുള്ള ആള് വെറുതെ വിടാൻ പോകുന്നില്ല, അറിയാലോ? ഹേമന്ത് കാര്യങ്ങൾ വളച്ചു കെട്ടി പറഞ്ഞു. അവൻ ഉദ്ദേശിച്ചത് സിദ്ധാർത്ഥിന്റെ കാര്യമാണെന്ന് മാനേജർക്ക് മനസ്സിലായി. കിരൺ എത്ര വലിയ മുതലാളി ആയിരുന്നാലും സിദ്ധാർത്ഥ് കഴിഞ്ഞേ കിരണിന് വിശ്വ ഗ്രൂപ്പിൽ അധികാരമുള്ളൂ. അതുകൊണ്ട് സിദ്ധാർത്ഥിനെയാണ് താൻ ഭയക്കേണ്ടത്. അയാൾ തന്റെ ജോലി കളഞ്ഞാൽ പിന്നെ ഉടനെ വേറെ ജോലി കിട്ടാനും പോകുന്നില്ല. അതോർത്തപ്പോൾ മാനേജർ കിരണിനെ നോക്കി പറഞ്ഞു. സർ, ഈ ഹോട്ടലിന് ഒരു പേരുണ്ട്, ദയവായി അത് കളഞ്ഞു കുളിക്കരുത്. സർ, ഇവിടെ നിന്നും ഇപ്പോൾ പുറത്തു പോകണം, അല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കും. മാനേജർ പറഞ്ഞത് കേട്ട് ഹേമന്ത് ഉടനെ കയറി പറഞ്ഞു. എടോ, തന്നോട് ഇവിടെ നിന്ന് ഇവനെ രക്ഷപ്പെടാൻ സഹായിക്കാനല്ല പറഞ്ഞത്. ഇങ്ങനെ കെഞ്ചി പറയേണ്ട കാര്യമൊന്നുമില്ല. പിടിച്ച് പുറത്താക്കടോ ഈ പന്നയെ. അത് കേട്ട് മാനേജർ കിരണിനെ നോക്കി. കിരൺ കലികൊണ്ട് വിറച്ചു. ഹേമന്തേ, നീ കുറെ ഷൈൻ ചെയ്യല്ലേ. നീ ആ സിദ്ധാർത്ഥിന്റെ ഒപ്പം നടക്കുന്നത് കൊണ്ട് നിനക്ക് വിശ്വ ഗ്രൂപ്പിൽ സ്ഥാനം കിട്ടിയെന്ന് നീ ധരിക്കരുത്. കിരൺ ആരാണെന്ന് നിനക്കറിയില്ലേ? അറിയിച്ചു തരാടാ ഞാൻ. കിരൺ ഹേമന്തിനെ അടിക്കാനോങ്ങി. ഹേമന്ത് മാറിക്കളഞ്ഞു. കിരൺ, നിന്നെപ്പോലെ ഒരു തെമ്മാടിയുടെ തല്ലും കൊണ്ട് ഞാൻ ചുമ്മാ അങ്ങ് പോകുമെന്ന് ധരിക്കരുത് നീ. തിരിച്ചൊരെണ്ണം തന്ന നക്ഷത്രമെന്നും നീ. എന്താ കാണണം? ഹേമന്ത് പറഞ്ഞു. എന്നാ അതൊന്ന് നീ കാണിക്കടാ, കിരൺ ഹേമന്തിനെ നോക്കി പറഞ്ഞു. സോറി കിരൺ, നിന്നെ കൊണ്ടുപോവാൻ ചിലർ ഇപ്പൊ വരും. അവർക്ക് പോറലില്ലാതെ നിന്നെ ഏൽപ്പിക്കണം. അതുകൊണ്ട് ഞാൻ കൈവെക്കുന്നില്ല. ഇറങ്ങി പോടാ, ഹേമന്ത് പറഞ്ഞു. അത് കേട്ട് കിരൺ ഒന്ന് വിളറി. ഹേമന്ത് ആര് വരുമെന്നാണ് പറയുന്നതെന്നറിയാതെ അവൻ മാനേജറെ നോക്കി. ഇവനിത് ആര് വരുമെന്നാ പറയുന്നേ?
കിരൺ ചോദിച്ചു. മാനേജർ മിണ്ടാതെ തല കുനിച്ചു. അത് കേട്ട് ഹേമന്ത് ബെഡിൽ ചെന്നിരുന്നു പറഞ്ഞു, നിന്നെ കൊണ്ടുപോകാൻ വരുന്നത് പോലീസാണ്. കുറ്റം ഒരു പാവം പെണ്ണിനെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന്. അത്രയും അറിഞ്ഞാ പോരെ കിരൺ? ഹാപ്പി ആയില്ലേ? ഹേമന്ത് പുച്ഛത്തോട് ചോദിച്ചു. വാട്ട്? എന്താണോ ഇതൊക്കെ? എനിക്കെതിരെ പോലീസിനെ വിളിക്കാൻ ധൈര്യമുണ്ടാകും നിനക്കൊക്കെ? കിരൺ ദേഷ്യത്തോട് ചോദിച്ചു. മാനേജർ മറുപടി പറഞ്ഞില്ല. അപ്പോഴാണ് കിരണിന്റെ മനസ്സിൽ സിദ്ധാർത്ഥിന്റെ മുഖം കടന്നു വന്നത്. ഹേമന്ത് എത്രത്തോളം കിരണുമായി ദേഷ്യം ഭാവിച്ചാലും വിശ്വ ഗ്രൂപ്പിന് അപമാനമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും അവൻ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കിരണിനെ പോലീസിൽ പിടിപ്പിക്കാൻ ഒരിക്കലും ഹേമന്ത് തനിച്ച് ശ്രമിക്കില്ല. സിദ്ധാർത്ഥയുടെ വന്നിട്ടുണ്ടോ? കിരൺ പതർച്ചയോടെ ചോദിച്ചു. ഹേമന്ത് അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി കണ്ടപ്പോൾ സിദ്ധാർത്ഥ് തന്നെയാണ് പോലീസിൽ അറിയിച്ചതെന്ന് കിരണിന് മനസ്സിലായി. തന്റെ പദ്ധതിയെല്ലാം തകർന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കിരൺ ഹേമന്തിന്റെ നേർക്ക് നോക്കി. ഓഹോ, അപ്പൊ സിദ്ധാർത്ഥിനെ അറിയിച്ചല്ലേ നീയൊക്കെ? എടാ നന്നായി, നീയൊക്കെ എന്തിനാ ഇങ്ങനൊക്കെ ചെയ്യുന്നത് എന്നെനിക്കറിയാം. എന്നെ പറഞ്ഞു വിട്ട് നിനക്ക് അവളോടൊപ്പം കഴിയണമെന്നുണ്ടേ? അതാദ്യം അങ്ങ് പറഞ്ഞാ പോരെ, ഇങ്ങനെ വളച്ചു കെട്ടണോ? കിരൺ പറഞ്ഞു. അത് കേട്ട് ഹേമന്തിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു. മൈൻഡ് യുവർ വേർഡ്സ്. ഞാൻ നിന്നെപ്പോലെ ചെറ്റയല്ല. അമ്മയെയും പെങ്ങളെയും എനിക്ക് വ്യക്തമായി തിരിച്ചറിയാം. ഒരു പാവം പെണ്ണിനെ മയക്കി ജീവിതം തകർക്കാൻ നോക്കി നാണമില്ല നിനക്കിങ്ങനെ സംസാരിക്കാൻ, ഹേമന്ത് പറഞ്ഞു. നീലിമ അപ്പോൾ ബെഡിൽ കിടക്കുന്നുണ്ട്. അവൾക്ക് എഴുന്നേൽക്കാൻ സാധിച്ചില്ല. അവ്യക്തമായി അവരുടെ സംസാരം നീലിമ കേൾക്കുന്നുണ്ടായിരുന്നു. കിരൺ അപ്പോൾ ഹേമന്തിനെ നോക്കി. ഓ, നീയപ്പോ വലിയ പുണ്യാളൻ തന്നെ. ഒന്ന് പോടാ. കിരൺ പറഞ്ഞു തീർന്നതും അവിടേക്ക് പോലീസ് എത്തി. കിരൺ പോലീസിനെ കണ്ട് ഇറങ്ങി ഓടാൻ ശ്രമിച്ചുവെങ്കിലും അവർ അവനെ പിടികൂടി. കിരൺ പോകും മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കി. നീലിമ ബെഡിൽ നിന്ന് പതിയെ എഴുന്നേൽക്കുന്നതാണ് അവൻ അപ്പോൾ കണ്ടത്. എന്നെ തോൽപ്പിച്ചെന്ന് നീ കരുതണ്ട. നീ അനുഭവിക്കാൻ പോകുന്നേയുള്ളൂ. നീ മാത്രമല്ല നിന്നെ സംരക്ഷിക്കുന്നവരും, കിരൺ നീലിമയെ നോക്കി പറഞ്ഞു.